ഒരു വലിയ ബീട്രൂട്ട് എടുത്തിട്ട് ചെറിയ പീസാക്കിയിട്ട് മിക്സിയുടെ ജാറിലോട്ട് ഒഴിക്കുക, അരക്കപ്പ് വെള്ളം ഒഴിക്കുക, നന്നായിട്ട് അരച്ച് പേസ്റ്റ് ആക്കിയിട്ട് അരിച്ചെടുക്കുക. അതുപോലെ അതിന്റെ ബാക്കി വരുന്ന അരിച്ചെടുത്തതിൽ അതിലോട്ട് ഒരു അരക്കപ്പ് കൂടെ വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ നന്നായിട്ട് അരച്ച് അരിച്ചെടുക്കുന്നുണ്ട്. ഒരു അരക്കപ്പ് കോൺഫ്ലോർ, അരക്കപ്പ് മുഴുവനാതെ പഞ്ചസാര എടുക്കാതെ കുറച്ചിട്ടാണ് മധുരം എടുക്കുന്നത്. നമുക്ക് അത്ര മധുരം മതി. പിന്നെ ബീട്രൂട്ടിന് കുറച്ച് മധുരം ഉണ്ടാവുമല്ലോ. പിന്നെ അതെ നമ്മളതൊരു പാനിലോട്ട് മാറ്റിയിട്ട് ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് നന്നായി കൈയെടുക്കാതെ കുറുക്കിയെടുക്കുക. ഒപ്പം ഒരു പിഞ്ച് ഉപ്പും ഒരു അര സ്പൂൺ ഏലക്കാപ്പൊടിയും പിന്നെ നന്നായി കുറുകി ഒരു പരിവാകുമ്പോൾ ഒരു സ്പൂൺ നെയ്യും കൂടെ ചേർക്കുക. കുറച്ച് കാഷ്യൂസ് ചേർക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്ട്സ് ചേർക്കുക. നമ്മളിവിടെ കാഷ്യൂസ് ചേർക്കുന്നത്. ഇങ്ങനെ വിട്ടുപോരുന്ന പരിവാകുമ്പോൾ നമ്മൾ നെയ്യൊക്കെ ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതിലോട്ട് ഒഴിക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ലെവൽ ചെയ്തെടുക്കുക സ്പാച്ചുല വെച്ചിട്ട്. എന്നിട്ട് ചൂടാറുമ്പോൾ നമുക്കത് ഡിമോൾഡ് ചെയ്തെടുക്കുക, കട്ട് ചെയ്യുക. സംഭവം നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ, നല്ല സോഫ്റ്റ് ആണ്. കറക്റ്റ് ഹൽവയുടെ സ്ട്രക്ചറിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് ബീട്രൂട്ടിന്റെ ഒരു ടേസ്റ്റേ വരുന്നില്ല, സൂപ്പർ ആയിരുന്നു. നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് എന്തായാലും ഫീഡ്ബാക്ക് അറിയിക്കണേ.